ഇവിടെ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് അല്ലേ, ജില്ലാ മജിസ്ട്രേറ്റ് മേധ നിവേദിത ഹരൺ, മിസ്സസ് അതിഥി ബാസു റോയ്, അസോസിയേഷൻ്റെ പ്രസിഡന്റ് വിജയകുമാർ, സെക്രട്ടറി നിജും മയ്യനാട്, വേദിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ, ജേർണലിസ്റ്റ് ഗഗൻ മാലി, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ മേധയെ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതലേ കാണുന്നത്, കാരണം മേധയുടെ അച്ഛൻ കേരള കാർഡിലെ IAS ഉദ്യോഗസ്ഥനായിരുന്നു ജ്ഞാനേഷ് കുമാർ. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഒരു പരമോന്നത കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഹലോ ഹലോ അപ്പോൾ മേധ ഇവിടെ കളക്ടറായിരിക്കും, വളരെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് വലിയ കൈയടിച്ച് അവരെ ഒന്ന് അനുഭവിക്കാം. വെരി പ്രൗഡ് യു ആർ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഹിയർ. ഞാൻ ഒരു നോയിഡക്കാരനായിരുന്നു. മന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ സെക്ടർ 44-ലായിരുന്നു നോയിഡയിൽ. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിക്ക് മാറി. ഇപ്പോഴും ഡൽഹിയിലാണ് താമസം, നോർത്ത് അവന്യൂവിലാണ് ഇപ്പോൾ താമസം. നേരത്തെ ലോധി എസ്റ്റേറ്റിലായിരുന്നു. പക്ഷെ എനിക്ക് ലോകത്തിൽ ആകെ ഒരു കുഞ്ഞൊരു സ്ഥലമുള്ളത് ഗ്രേറ്റർ നോയിഡയിലാണ്. ആൽഫ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിയത്തൊന്നുമില്ല കേട്ടോ. എവിടെ ഒരു കുഞ്ഞൊരു പ്ലോട്ട് ഉണ്ട് ഗ്രേറ്റർ നോയിഡയിൽ. അതിനി പോയി കാണണം, ഗൂഗിൾ മാപ്പൊക്കെ ഒന്ന് പോയി വെച്ചിട്ട് പോയി നോക്കണം എവിടെയാണെന്ന്. അപ്പോൾ ഞാനൊരു ഗ്രേറ്റർ നോയിഡക്കാരനാണ്. എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുക. ഞാൻ എൻ്റെ പുതിയ പുസ്തകം, അതിൻ്റെ പേര് ദ വിന്നിംഗ് ഫോർമുല എന്ന്, അതിൽ നിന്നൊരു കഥ പറഞ്ഞ് 2 മിനിറ്റ് എടുക്കുള്ളൂ, ഞാൻ നിർത്തിക്കോളാം. കാരണം എല്ലാവരും ആരും ഇവിടെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടില്ല. എല്ലാവരും മറ്റു ഭക്ഷണം പിടിക്കാൻ വേണ്ടി വന്നത് എനിക്കറിയാം. അതുകൊണ്ട് ദീർഘമായിട്ട് പ്രസംഗിച്ചാൽ അത് വളരെ മോശമാണ്. ഒരു കൊച്ചു കഥ എല്ലാവരും കേൾക്കുമോ? യു അണ്ടർസ്റ്റാൻഡ് മലയാളം? യു അണ്ടർസ്റ്റാൻഡ്? ഓ നോ, ബട്ട് ഐ വിൽ സ്പീക്ക് ഓൺലി ഇൻ മലയാളം. ഓക്കെ. ഒരിക്കല് എൻ്റെ പുസ്തകത്തിൽ നിന്നായി കഥ കേട്ടോ. ഒരിക്കല് ഒരു പ്രായമായ ഒരു കളവെന്ന് പറയാം, എന്നെക്കാളും കളവൻ ഒരു മനുഷ്യൻ സമുദ്ര തീരത്ത് ഇങ്ങനെ നടന്നു പോവാം. അദ്ദേഹം ഇങ്ങനെ ബീച്ചിൽ നടന്നു പോകുമ്പോൾ കുറേ മീനുകൾ ഈ തിരയിൽ ഇങ്ങനെ ഇത് ആഞ്ഞടിച്ചു വരുന്നു. കൊച്ചു കൊച്ചു മീനുകൾ ഇത് കിടന്ന് പിടയ്ക്കുക, ചാങ്ങനായിട്ട് കിടന്ന് പിടയ്ക്കുക. അപ്പൊ ഈ കളവനായ മനുഷ്യന് കുനിഞ്ഞിട്ട് ഒരു മീനിനെ എടുത്ത് കടലിലേക്കിടും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നടന്നിട്ട് വേറെ ഒരു മീനിനെ എടുത്തിട്ട് കടലിലേക്കിടും, വേറെ ഒരു മീനിനെ കടലിലേക്കിടും. അപ്പൊ ഇതിലൂടെ കുറെ ചെറുപ്പക്കാർ വന്നു. ആ ചെറുപ്പക്കാർ ചോദിച്ചു, ഹലോ ലിസൺ ലിസൺ ലിസൺ. ആ ചെറുപ്പക്കാർ ചോദിച്ചു കളവനോട്, കളവ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് അപ്പം അത് അപ്പുറത്ത് ആ ബാറിൽ ബിയറുണ്ട്, പോയൊരു ബിയർ കുപ്പി മേടിച്ച് കുടിക്കാം. നിങ്ങൾ എന്താ ചെയ്യുന്ന വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നാ ഈ മീനെ മൊത്തം രക്ഷിക്കാൻ പോവാണ്. one who will then evaluate me, so I'll better not go for that. तो मैं पूछना चाहती हूँ, हम हिंदी में बोले कि इंग्लिश में बोले, किस लैंग्वेज आप प्रेफर करेंगे? मैं हिंदी पढ़ी नहीं हूँ स्कूल में, बाद में सीखी हूँ. ऐसे मलयालम भी सीखूंगी, लेकिन मैं हिंदी बोल सकती हूँ, खाता हूँ जाता हूँ करके, जो आपको समझ में आ जाएगा. ठीक है, रिलेट कर पाएंगे. ओके. एंड मैं आई कैन स्पीक इंग्लिश. सो विच इज़ द लैंग्वेज यू विल रिलेट मोर? आप ज़्यादा लोग किस में हिंदी में बोलूँ तो ज़्यादा समझेंगे, तो हिंदी में बोल सकती हूँ. हिंदी में बोलूँ? हिंदी ओके. तो मैं बोलना चाह रही थी, जो मेरी स्कूल में चलता है 3 साल से सैटरडे संडे शनिवार इतवार को मलयालम क्लास, इसके लिए मैं बहुत बहुत आभार हूँ विजय कुमार सर से एवं माली सर से, जिन्होंने हमें जोड़े हैं. माली सर विजय कुमार सर से बोले हैं और मैंने निश्चित कोई शर्त की नहीं, आपको जैसे आपको मलयालम कल्चर और उनकी संस्कृति के लिए, भाषा के लिए व्यवहार करना है, हमारे स्कूल को जो जो इसके लिए अत्यावश्यक है मैं देने के लिए तैयार हूँ. आप क्लास चलाओ. इसी तरह मैं 1 साल हुआ बंगाली क्लास भी, बंगाली क्लास भी, बांग्ला भी शुरू किए हैं. मैं ये कहना चाहती हूँ कि इधर सर ने पूछे, अल्फोंस सर ने पूछे कितने लोग बच्चे में मलयाली बोल सकते हो, मलयालम बोल सकते हो, कितने मलयालम बोल सकते हो? बहुत बच्चा बोल नहीं सकते. इसीलिए इस पर मैं कुछ बोलना चाहती हूँ. एक्चुअली तो मैं टीचर हूँ, मैं एक प्रिंसिपल हूँ, तो इसमें मैं जो बोलना चाह रही थी कि देखो, रविन्द्रनाथ टैगोर ने बोले हैं, मातृभाषा माँ की दूध की बराबर होती है. शिशु को बढ़ने के लिए, और देखते हैं हमारी कितनी सुंदर भाषाएं भारत पे है.
आपको सबको अशेष धन्यवाद। आपकी बच्चों को मातृभाषा सिखाइए, भाषा सिखाइए, ये आपकी कर्तव्य, हमारी कर्तव्य है, ठीक है। तो ये हमारी बहुत बड़ा जिम्मेदारी है, अपने भाषा बच्चों को अपना भाषा सिखाए और अपने भाषा के माध्यम में प्राथमिक शिक्षा दें। आप इंग्लिश ऑटोमेटिकली सीख जाएंगे। हम स्पेन में रहेंगे, स्पेनिश सीखना ही पड़ेगा। रशिया में रहेंगे, रशियन सीखना ही पड़ेगा। लेकिन अपने भाषा में जैसे स्वाच्छंद है, जैसे हम अपने आप को अभिव्यक्त कर सकते हैं, व्यक्त कर सकते हैं, उसी तरह दूसरे भाषा में नहीं कर सकते। बच्चों को बढ़ने दीजिए अपने मातृभाषा में। ये आपके प्रति हमारे बहुत बहुत विनम्र रिक्वेस्ट है, ठीक है। रिक्वेस्ट का हिंदी हमें नहीं मिला, ठीक है, जल्दी में। तो हमारी निवेदन है आप अपने भाषा को प्लीज़ बच्चों को सिखाइए और प्राथमिक शिक्षा जो है, घर की शिक्षा जो है, बच्चे को अपने मातृभाषा में, इंग्लिश आई कैन गारंटी वो सीख जाएंगे, लेकिन मातृभाषा में दीजिए। नमस्कार। Again, I thank you all for inviting me in this August gathering. I really enjoy every year. Thank you so much. God bless Greater Noida. ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ കൊച്ചുകുട്ടികൾക്ക് നന്ദി രേഖപ്പെടുന്നു. നടന, തീർത്ഥ, ആർട്ട് കൾച്ചർ, ആർട്ട് ടെമ്പിളിൻ്റെ ഗുരു ദീപയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ സ്റ്റേജ് തയ്യാറാക്കി തന്ന നമ്മുടെ ടെൻറ്റ് ഹൗസ് ടീമിനും, ഇവിടെ അതിമനോഹരമായ സ്വാദിഷ്ടമായ ഫുഡ് ഇവിടെ പ്രദാനം ചെയ്യുന്ന നമ്മുടെ കാറ്ററിംഗ് സർവീസിനും എല്ലാവർക്കും ഞാൻ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.